ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഇന്നിവിടെ നെയ്ച്ചോറ്, പരിപ്പ് കറി ഇതൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇറച്ചിക്കറി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരുന്നു, രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് അത് ഉണ്ടാക്കണ്ട. അപ്പോൾ ഞാൻ ആദ്യം പരിപ്പ് കറിയാണ്. പരിപ്പെന്ന് പറയുന്നത് നമ്മുടെ കടലപ്പരിപ്പല്ല, ചെറുപയർ പരിപ്പുണ്ടല്ലോ, അതാണ്. അത് കുറച്ച് നേരം ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് പിന്നെ അത് നമ്മളിപ്പം വേവിക്കാൻ വെക്കുവാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ടായിരുന്നു, അത് മിസ്റ്റേക്ക് ആയിപ്പോയി. അപ്പം അതിൽ നിന്ന് കുറച്ച് ഞാൻ പിന്നെ എടുത്ത് മാറ്റി വെച്ചു. ബാക്കി ഞാൻ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച്, ഉപ്പിട്ടില്ല, പിന്നെ പച്ചമുളക് ഇട്ട് കൊച്ചുള്ളി ഇട്ട് 2 വിസിലടിക്കാൻ വേണ്ടി വെച്ചു. ആ സമയം കൊണ്ട് ഞാൻ ഇതാണ്ട് പച്ചരി, ബിരിയാണി അരിയാണ്, അത് നന്നായിട്ട് കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് പിന്നെ തക്കോലം, കറുവ, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് ഇതെല്ലാം ഇട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതപ്പോൾ വേഗട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ തേങ്ങാപ്പീര, കൊച്ചുള്ളി, 2 കൊച്ചുള്ളി, 1 വെളുത്തുള്ളി, ഇച്ചിരി നല്ല ജീരപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി വന്ന തേങ്ങ ഞാൻ അതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ വേണ്ടി ഒരു ഡപ്പാക്കകത്താക്കി എല്ലാം അടച്ച് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നെയ്ച്ചോറിന് ആവശ്യമായ സവാള, ക്യാരറ്റ് ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. സവാളയും ക്യാരറ്റും ഒക്കെ അരിഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ നെയ്ച്ചോറിന് ഫ്രൈഡ് റൈസ് പോലെ ആക്കി എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിപ്പം വെച്ചൂറ്റിയാണ് ചോറ് എടുക്കുന്നത്, മസാലകളൊക്കെ ഇട്ട് വെച്ചൂറ്റി എടുക്കുവാണ്. അതിനുശേഷം നമ്മൾ അതിനകത്ത് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ഫ്രൈഡ് റൈസ് പോലെ ആക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് ഞാൻ ഒരു സവാള ഞാൻ സ്ലൈസായിട്ട് അരിയുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റും ഞാൻ ചെറുതായിട്ട് ചെറിയ നീളമുള്ള പീസാക്കി ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റി വേണം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് പിന്നെ വെന്ത് വന്നപ്പോൾ ഞാൻ അരപ്പും ചേർത്ത് മിക്സ് ചെയ്തെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമ്മൾ കടുവ് താളിച്ചിട്ടാൽ മതി. കടുവും ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ താളിച്ചിടുക. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡിയായി.